നടന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരർ ഇന്ത്യയിലെത്തിയത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്നും അതെങ്ങനെ സംഭവിച്ചുവെന്നുമുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സർവകക്ഷി യോഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. BSF ജവാനെ മോചിപ്പിക്കാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും അതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങൾ. എങ്കിലും ചോദ്യങ്ങളെ അവഗണിക്കാൻ കഴിയില്ലല്ലോ. പാക് അതിർത്തിയിൽ നിന്ന് ഇത്രയും ദൂരമകലെ ആയുധധാരികളായ നുഴഞ്ഞുകയറ്റക്കാർക്ക് എങ്ങനെ എത്താൻ കഴിഞ്ഞു? കൂട്ടക്കൊല നടത്തിയ ശേഷം അവിടെ നിന്ന് അനായാസം കടന്നുകളയാൻ അവർക്ക് എങ്ങനെ സാധിച്ചു? സുരക്ഷാ വീഴ്ച ആരുടെ ഉത്തരവാദിത്തമാണ്? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഭീകരാക്രമണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത്. ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയും വിശദീകരണവും അധികൃതർ നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിയതിനു ശേഷം സമാധാനപരമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിത ഭീകരാക്രമണം ഉണ്ടാകുന്നതും 26 പൗരന്മാർക്ക് ജീവൻ നഷ്ടമായതും. ഇത്രയും സുരക്ഷിതമായ പാകിസ്ഥാനിൽ നിന്ന് ഇത്രയും ദൂരം അകലെയുള്ള പഹൽഗാമിൽ ഭീകരർ എങ്ങനെ എത്തിയെന്നും സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് അതിനുശേഷം എങ്ങനെ കടന്നുകളഞ്ഞുവെന്നുമാണ് പ്രധാനമായി മുന്നോട്ട് വരുന്ന ചോദ്യങ്ങൾ. മറുപടിയും വിശദീകരണവും രാജ്യത്തോട് പറയാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ടെന്നും പറയുന്നു. ഭീകരാക്രമണത്തിൽ നിന്ന് രാജ്യം കരകയറുന്നതിന് മുൻപാണ് സംഭവവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.